സ്വന്തമായി ഒരു ബിസിനസ് നടത്തുകയോ അല്ലെങ്കിൽ ശമ്പളം വാങ്ങുകയോ ചെയ്യുന്ന ഏതൊരാളും വർഷാവർഷം നേരിടുന്ന ഒരു വലിയ തലവേദനയാണ് ടാക്സ് ഫയലിംഗ്, അല്ലേ? പ്രത്യേകിച്ച് GST, ഇൻകം ടാക്സ് തുടങ്ങിയവയുടെ നൂലാമാലകൾ ഓർക്കുമ്പോൾ തന്നെ പലർക്കും ഒരു പേടിയാണ്. എന്നാൽ ഇനി അത്ര പേടിക്കേണ്ട. ചെറുകിട ബിസിനസ്സുകാർക്കും സാധാരണ നികുതിദായകർക്കും കാര്യങ്ങൾ എളുപ്പമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുപാട് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നികുതി അടയ്ക്കുന്ന പ്രക്രിയ ലളിതമാക്കാനും കൂടുതൽ ആളുകളെ നികുതി അടയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കാം. പണ്ട് ഓൺലൈനായി മാത്രം ചെയ്തിരുന്ന ITR ഫയലിംഗ് ഇപ്പോൾ പല രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ യൂണിറ്റി ഡൗൺലോഡ് ചെയ്തോ അതുമല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ ഉപയോഗിച്ചോ റിട്ടേൺ ഫയൽ ചെയ്യാം. ഇത് ഓരോരുത്തരുടെയും സൗകര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സഹായിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ഇപ്പോൾ ITR ഫോം പൂരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വരുമാനം, അടച്ച ടാക്സ് തുടങ്ങിയ വിവരങ്ങൾ അതിൽ ഓട്ടോമാറ്റിക്കായി വരുമെന്നതാണ്. നമ്മുടെ ബാങ്ക് കാർഡുമായി ബന്ധിപ്പിച്ച ശമ്പളം, ബാങ്ക് പലിശ, മറ്റ് ഇടപാടുകൾ എന്നിവയെല്ലാം ഫോം 26AS, AIS പോലുള്ള രേഖകളിൽ നിന്ന് സർക്കാർ നേരിട്ടെടുത്ത് ഫോമിൽ ചേർക്കും. നമ്മൾ ചെയ്യേണ്ടത് ഇത് പരിശോധിച്ച് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുക മാത്രമാണ്. ഇത് തെറ്റുകൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. GSTയിലും വലിയ ഇളവുകൾ. ഇനി നമുക്ക് GSTയിലെ മാറ്റങ്ങൾ നോക്കാം. ചെറുകിട കച്ചവടക്കാർക്ക് ഒരുപാട് ആശ്വാസം നൽകുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്നാമതായി, കോമ്പോസിഷൻ സ്കീമിന്റെ പരിധി ഉയർത്തി. മുൻപ് 75 ലക്ഷം രൂപ വരെ വിറ്റുവരവുള്ളവർക്കാണ് ഈ ലളിതമായ നികുതി പദ്ധതി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ആ പരിധി 1.5 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. കോമ്പോസിഷൻ സ്കീമിൽ വന്നാൽ ഓരോ മാസവും വിശദമായ കണക്കുകൾ നൽകുന്നതിന് പകരം 3 മാസം കൂടുമ്പോൾ കുറഞ്ഞ നിരക്കിൽ നികുതി അടച്ചാൽ മതി. ഇത് ചെറുകിട വ്യാപാരികളുടെ ജോലി ഭാരം നന്നായി കുറയ്ക്കും. മറ്റൊന്ന്, GST അടയ്ക്കുന്നതിലുള്ള എളുപ്പ വഴികളാണ്. ഇപ്പോൾ UPI, IMPS പോലുള്ള ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ GST അടയ്ക്കാം. നീണ്ട ക്യൂവിൽ നിൽക്കുകയോ ബാങ്കിൽ പോവുകയോ വേണ്ട. ഓൺലൈനായി സാധനങ്ങൾ വിൽക്കുന്ന ചെറിയ കച്ചവടക്കാർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. സ്വന്തം സംസ്ഥാനത്തിനുള്ളിൽ മാത്രം കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി വിൽപ്പന നടത്തുന്നവർക്ക് നിർബന്ധിത GST രജിസ്ട്രേഷനിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. ഇത് ഓൺലൈൻ വിപണിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ചെറിയ സംരംഭകർക്ക് വലിയ പ്രോത്സാഹനമാണ്. നികുതി സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാനും പരാതികൾ അറിയിക്കാനും എന്തു ചെയ്യും എന്നോർത്ത് ടെൻഷൻ അടിക്കേണ്ട. രാജ്യത്തുടനീളം 457 ഐക്യ സേവാ കേന്ദ്രങ്ങൾ സർക്കാർ തുറന്നിട്ടുണ്ട്. ഇൻകം ടാക്സ്, GST എന്നിവയുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും സഹായവുമായി നമുക്ക് ഈ കേന്ദ്രങ്ങളെ സമീപിക്കാം. അതുപോലെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായി ഒരു YouTube ചാനലുണ്ട്. ഇതിൽ ITR ഫയൽ ചെയ്യുന്ന ഓരോ ഘട്ടവും വിശദീകരിക്കുന്ന ലളിതമായ വീഡിയോകൾ ലഭ്യമാണ്. കൂടാതെ ഓരോ വർഷവും നികുതി നിയമങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ലഘുലേഖനങ്ങളും സർക്കാർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായല്ലോ. നികുതി അടയ്ക്കുന്നത് ഒരു ഭാരമായി കാണാതെ നമ്മുടെ ഉത്തരവാദിത്തമായി കണ്ട് മുന്നോട്ട് വരാൻ പ്രേരിപ്പിക്കുകയാണ് സർക്കാർ ഈ മാറ്റങ്ങളിലൂടെ ചെയ്യുന്നത്. നടപടിക്രമങ്ങൾ ലളിതമായതോടെ ചെറുകിട സംരംഭകർക്ക് അവരുടെ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കാനും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പങ്കാളികളാകാനും സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.